ഏലപ്പാറ മുസ്ലിം പള്ളിക്ക് എതിർവശത്തായി മലയോര ഹൈവേയോട് ചേർന്നാണ് ഈ കൂറ്റൻ ആൽമരം സ്ഥിതി ചെയ്യുന്നത്. 2018 പ്രളയത്തിൽ മരം നിൽക്കുന്ന ഭാഗത്തെ മണ്ണ് വ്യാപകമായി ഒലിച്ചുപോയിരുന്നു. നിലവിൽ വേരുകൾ പുറത്തു വന്ന ഏത് നിമിഷവും റോഡിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ് ഈ മരമുള്ളത്. നൂറുകണക്കിന് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും കടന്നുപോകുന്ന പ്രധാന പാതയാണിത്. മരത്തിന് തൊട്ടുചേർന്ന് 11 kV വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. വേനൽ മഴ ശക്തമാകുന്നതോടെ ബാക്കിയുള്ള മണ്ണുകൂടി ഇടിഞ്ഞു പോകുമോ എന്ന ആശങ്കയിലാണ് സമീപവാസികൾ. കുട്ടിക്കാനം കട്ടപ്പന KK റോഡില് ഏലപ്പാറ മുസ്ലിം പള്ളിക്ക് ഓപ്പോസിറ്റായി പശുപ്പാറ റോഡിന് അടിവശം 2018 പ്രളയത്തിൽ വലിയൊരു ആലിൻ്റെ ചുവട്ടിലെ മണ്ണ് ഭൂരിഭാഗവും ഒലിച്ചുപോയി വേരുകൾ വെളിയിലായ നിലയിലാണ്. ഇതിൻ്റെ ചുവട്ടിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മൂലം എലികളുടെയും അതുപോലെ തന്നെ പന്നി മറ്റു മൃഗങ്ങളുടെ ശല്യം മൂലം കൂടുതൽ മണ്ണ് അവിടുന്ന് ഒലിച്ചു പോകുന്ന അവസ്ഥയിലാണ്. ഇതിന് സമീപമായി 6-7 കുടുംബങ്ങൾ വീടുമായി താമസിക്കുന്നുണ്ട്. ഈ മരം എപ്പോൾ വേണമെങ്കിലും കടപുഴകി റോഡിലോ ഈ 11 kVയുടെ മുകളിലേക്കോ വീടുകളിലേക്കോ പതിച്ച് അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ആയതിനാൽ ഈ മരം വെട്ടിമാറ്റി ഈ അപകടാവസ്ഥ ഒഴിവാക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാവശ്യമുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം ഈ ഭാഗത്തെ മാലിന്യ നിക്ഷേപമാണ്. മണ്ണൊലിച്ചുപോയ കുഴികളിൽ സാമൂഹ്യ വിരുദ്ധർ വ്യാപകമായി മാലിന്യം തള്ളുന്നു. ഇത് പ്രദേശത്ത് കടുത്ത ദുർഗന്ധത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കാലവർഷം എത്തുന്നതിന് മുൻപ് അപകട ഭീഷണിയായ ആൽമരം മുറിച്ചു മാറ്റണമെന്നും മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.